യു എയിൽ വന്നു കഴിഞ്ഞപ്പിന്നാണ് ഇങ്ങനെ വിഷുസദ്യ ഓർഡർ ചെയ്ത് കഴിക്കാൻ തുടങ്ങിയത്. അപ്പം നമ്മൾ ഗൾഫ് രാജ്യത്തിലൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് സദ്യ എന്നൊക്കെ പറയുമ്പോൾ ഒരു വല്ലാത്ത ഒരു വൈബാണ്. അങ്ങനെ ലുലുവിലെ സദ്യ ഒരു 2-3 വട്ടം വാങ്ങിച്ചു കഴിഞ്ഞപ്പം നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി. എങ്കിൽ പിന്നെ ഈ ലുലുന്ന് തന്നെ സദ്യ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ പ്രാവശ്യം നമ്മൾ ലുലുന്ന് സദ്യ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രീ ബുക്കിംഗ് ആയിരുന്നു. 14-ാം തീയതി വിഷുവിന് സ്കൂൾ അവധി ആയതുകൊണ്ട് തന്നെ അന്നത്തേക്കായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹസ്ബൻഡിന് ലീവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനും പിള്ളേരും മാത്രമായിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. സാധാരണ നമ്മൾ ഒരു സദ്യ ഓർഡർ ചെയ്യുകയും പിന്നെ ബാക്കി നമ്മൾ കുറച്ച് ചോറ് വീട്ടിൽ വെക്കുകയും ചെയ്യും കേട്ടോ. കറിയൊക്കെ എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് തന്നെ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. പിന്നെ പിള്ളേരും ഞാനൊക്കെ ആണെങ്കിലും ചോറൊക്കെ കുറച്ച് കഴിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു സദ്യ എന്ന് തന്നെ നമുക്ക് നല്ല ക്വാണ്ടിറ്റിയിലുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സ് വാങ്ങിക്കുമ്പം അതിൻ്റെ കൂടെ ഒരു ഇല അവർ തരുന്നുണ്ട് കേട്ടോ. അത് കൂടാതെ നമ്മൾ എക്സ്ട്രാ ഒരു 2 ഇലയും കൂടെ വാങ്ങിക്കാറുണ്ട് കുട്ടികൾക്കും കൂടെ വേണ്ടിയിട്ട്. 32 ദിറംസ് 50 ഫിൽസ് ആയിരുന്നു ഈ സദ്യയുടെ 25 ഐറ്റംസ് ഉള്ള ഈ ഒരു സദ്യയുടെ റേറ്റ് വന്നിട്ട്. അങ്ങനെ ഞങ്ങൾ രാവിലെ 12 മണിക്ക് പോയി വാങ്ങിക്കാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വെച്ചൊരു ബ്രഞ്ചാക്കി കഴിക്കാമെന്ന്. ബ്രേക്ക്ഫാസ്റ്റ് എഴുന്നേക്കാൻ തന്നെ വൈകിയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സദ്യയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് ബ്രഞ്ചായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ പരിപാടിയാണ് ലുലു വിഷു സദ്യ അൺബോക്സിങ്. പപ്പടം, പഴം, ഉണ്ണിയപ്പം, മുളക്, ശർക്കര പുരട്ടി, ഉപ്പേരി, പായസമാണ്. 2 തരത്തിലുള്ള പായസമുണ്ട്. അച്ചാറ്, തോരൻ, അവിയലും തോരനും, പരിപ്പ് കറി, കാളൻ, മോരുകറി, പച്ചടി, രസം, കൂട്ടുകറി, എന്തോ ഒരു പയറുകറി, ഇതും ഇത് പച്ചടിയാന്ന് തോന്നുന്നു, വേറെ ഒരു പച്ചടിയാന്ന് തോന്നുന്നു, ഇഞ്ചിക്കറി, നെയ്യ്, മാങ്ങാച്ചാറാണ്, സാമ്പാർ, ചോറ്. സാധാരണ കൊടുക്കുന്ന ചെറിയ പാത്രത്തിലല്ല അവർ കറികൾ വെച്ച് തരാറുള്ളത്. കുറച്ച് വലിയ പാത്രത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒരു 2-3 ആൾക്കാർക്ക് കഴിക്കാനുള്ള നല്ല ക്വാണ്ടിറ്റിയിലുള്ള കറികൾ ഇതിൻ്റെ അകത്തിൽ കാണും. തൊടുകറികളെല്ലാം കാണും കേട്ടോ. പിന്നെ കൂടാതെ സാമ്പാറും പരിപ്പും മോരും ഒക്കെ കാണും. ഈ കറികൾ തന്നെ ഇതിപ്പോൾ ഞാൻ എടുത്തതിൻ്റെ ബാക്കി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഒരാൾക്ക് കഴിക്കാനുള്ളതിൻ്റെ അത്രയും ക്വാണ്ടിറ്റി എടുത്താൽ പോരെയെന്ന് വെച്ചാൽ ബാക്കി എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കുട്ടികളും ഞാനും കൂടെ ഷെയർ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. അവരാണെങ്കിൽ ഈ തൊടുകറികളൊന്നും വലുതായിട്ടൊന്നും കഴിക്കില്ല. വഴക്ക് പറഞ്ഞ് ഇലയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പോലും ലാസ്റ്റ് ഞാൻ അതെല്ലാം കഴിക്കേണ്ടി വരും. പൈസ കൊടുത്ത് വാങ്ങിച്ചതായതുകൊണ്ട് നമുക്ക് വെറുതെ കളയാനും പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സദ്യയിലെ വിഭവങ്ങൾ. നമ്മൾ ആദ്യം നമ്മുടെ ആസ്ഥാന സാമ്പാർ ഒഴിച്ച് തുടങ്ങുകയാണ്. നെയ്യും എനിക്കിഷ്ടമല്ല കേട്ടോ. നെയ്യ് ഞാൻ എടുക്കുന്നില്ല. സൂപ്പർ. എല്ലാ തവണത്തെയും പോലെയല്ല. ഈ പ്രാവശ്യം കഴിഞ്ഞ വട്ടത്തെ ലുലുവിൻ്റെ വിഷു സദ്യ അത്ര കൊള്ളില്ലായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം നല്ല സൂപ്പർ കറികളും നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറ് ഞാൻ നേരത്തെ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ചോറും ഈ കറികളും ആയിക്കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വിഷു സദ്യ ലാവിഷായി. അപ്പം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വിഷു ആശംസകൾ നേരുന്നു. അപ്പോൾ ഇരുന്ന് കിടന്നും ഒക്കെ തറയിൽ ഇരുന്ന് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇനി കുറച്ച് നേരം കിടക്കട്ടെ.